ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് വിൻഡ്സ് ആൻഡ് വേവ്സ് ഇൻ ദ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ഹാർബേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുമായിട്ടൊരു NPTEL വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇറ്റ്സ് റിലേറ്റ്സ് വിത്ത് ദി നാച്ചുറൽ ഫിനോമിന വിച്ച് എഫക്റ്റ് ദി ഡിസൈൻ ഓഫ് ഹാർബേഴ്സ്. കുറച്ച് നാച്ചുറൽ ഫിനോമിനെ കുറിച്ച് ആ NPTEL വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു NPTEL വീഡിയോയിൽ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് എന്ത് വിൻഡ്സ് ആൻഡ് വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നാച്ചുറൽ ഫിനോമിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ആ NPTEL വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ waves and wind. The sea wave is by far the most powerful force acting on harbor barriers. അപ്പോൾ ഹാർബർ ബാരിയേഴ്സിൽ വരുന്ന ഒരു മോസ്റ്റ് പവർഫുൾ ഫോഴ്സാണ് എന്ത്, ഇറ്റ് ഈസ് സീ വേവ്സ്, ആൻഡ് അഗെയിൻസ്റ്റ് വിച്ച് ദ എൻജിനീയർ ഹാസ് ടു കണ്ടന്റ്. ഒരു ഹാർബർ ഡിസൈൻ ചെയ്യുന്ന, ഒരു കൺസ്ട്രക്ട് ചെയ്യുന്ന എൻജിനീയർ എന്താണ്, ഹി ഹാസ് ടു കണ്ടന്റ് ദിസ് വേവ്സ് ആൻഡ് വിൻഡ്സ്. ദിസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ജോയിൻറ്റ് ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് വാട്ടർ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് വേവ്സ്? ഇറ്റ് ഈസ് ബൈ ദി എഫക്റ്റ് ഓഫ് wind and water in the sea, and has a tremendous damaging power. The formation of storm waves take place in open sea. ഓപ്പൺ സീയിലാണ് എന്ത് വരുന്നത്, സ്റ്റോം വേവ്സ് വരുന്നത്, വലിയ വേവ്സ് ഒക്കെ വരുന്നത് ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് വിൻഡ്സ്. The water waves are of two kinds. First one is waves of oscillation, and second one is waves of translation. The former, that is the wave of oscillation, which is stationary, ചലിക്കുന്നല്ല, സ്റ്റേഷനറി ആണെന്ന്, ഓസിലേറ്ററി വേവ്സ്. Why the later means the waves of translation which possess forward motion. അപ്പോൾ ട്രാൻസ്ലേഷൻ ആണെന്നുള്ളത് ഫോർവേഡ് മോഷൻ ഉള്ളത്. All translatory waves originally start as waves of oscillation and become translatory by further wind action. അപ്പോൾ എല്ലാ ട്രാൻസ്ലേറ്ററി വേവ്സും ആദ്യം എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ആൻ ഓസിലേറ്ററി വേവ്സ്, ദാറ്റ് ഈസ് എ സ്റ്റേഷനറി വേവ്സ് ആയിരിക്കും. പിന്നെ അത് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുന്നത് ബൈ ദി ആക്ഷൻ ഓഫ് വിൻഡാണ്. ഹാർബർ എഞ്ചിനീയേഴ്സ്, the main concern is the translatory wave. അപ്പോൾ ഹാർബർ എഞ്ചിനീയറിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേറ്ററി വേവ്സ്, മൂവ് ചെയ്യുന്ന വേവ്സ് ആണ് എന്താ ഒരു ഹാർബർ എഞ്ചിനീയറിൻ്റെ മെയിൻ ഡിസൈൻ കൺസേൺ ആയിട്ട് വരുന്നത്. ഇതാണ് വേവ് മൂവ്മെൻറ്റ് വരുന്നത്. ഒരു ക്രസ്റ്റ് ഉണ്ടാവും, ട്രഫ് ഉണ്ടാവും. ഈ ബാങ്ക്സിനോട് അടുക്കുന്നതോടെ എന്ത് ചെയ്യും, ക്രസ്റ്റ് ഗെയിൻ ചെയ്ത് വരും. എന്നിട്ട് ഷോറിലെത്തുമ്പോൾ അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. അതാണ് സംഭവിക്കാറുള്ളത്. പിന്നെ സക്ഷൻ ചെയ്ത് പുറകോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. The movement of translatory particle of the water of the wave as it nears the shore or obstruction is such as to make the crest gain on the trough, causing steeper and steeper crest. അപ്പോൾ നമ്മൾ ഒരു ഒബ്സ്ട്രക്ഷനിൽ എത്തുന്നതോറും ക്രസ്റ്റ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വരും. ആൻഡ് വെൻ ഇറ്റ് റീച്ചസ് ദി ഒബ്സ്ട്രക്ഷൻ ഇറ്റ് ബിക്കം സ്റ്റീപ്പർ ക്രസ്റ്റ് which overhangs and falls down with a bang and breaks into the froth. This phase the wave constitute a potent disruptive force. അപ്പോൾ ക്രസ്റ്റ് വലുതായി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഇറ്റ് ബിക്കം എ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്. Any uneveness of the seabed or natural or artificial protrusions on its are capable of breaking up the wave on its travel. Even a current of air
introduced from the bed upward disperse the wave. അപ്പോൾ വേവിനെ തടയണമെങ്കിൽ ഒരു ചെറിയൊരു അൺഈവനെസ് ഉണ്ടെങ്കിൽ വരെ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബ്രേക്ക് ദി വേവ്. വേവിനെ തടയാൻ പറ്റും. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു സ്മോൾ കറണ്ട് ഓഫ് എയർ, ഒരു കറണ്ട് ഓഫ് എയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അതിൻ്റെ പാത്തിൽ ഒരു കറണ്ട് ഓഫ് എയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബ്രേക്ക് ദി വേവ്. ദിസ് ഈസ് ഡൺ ബൈ introducing perforated pipe along the bottom of the sea when storms are anticipated beforehand and discharged the compressed air just when translatory motion commences. Such an arrangement is known as air brake water and has been tried with success in the USA during a storm in Pacific Ocean. അപ്പോൾ എയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേവിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പെർഫറേറ്റഡ് പൈപ്പിൽ നമ്മൾ കംപ്രസ്ഡ് എയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? എയറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. സ്റ്റോമൊക്കെ ആ ട്രാൻസ്ലേറ്ററി മോഷൻ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? USA ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് എ സ്റ്റോം ഇൻ പസഫിക് ഓഷ്യൻ. In a height and length of waves. Waves which is being generated by wind. Their development depends upon the surface area exposed to the wind action. അപ്പോൾ ആ വേവിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺസ് ദി സർഫസ് ഏരിയ വിച്ച് ഈസ് എക്സ്പോസ്ഡ് ടു ദി വിൻഡ് ആക്ഷൻ. എത്ര സർഫസ് ഏരിയ ഉണ്ട് വിൻഡ് ആക്ഷന് വേണ്ടിയുള്ളത്? അതിനാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേവ് ജനറേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഗ്രേറ്റ് ലെങ്ത് ആൻഡ് ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദി വേവ്സ് ആർ ലാർജ്ലി ബേസ്ഡ് ഓൺ ഇറ്റ്സ് എഫക്റ്റീവ് സർഫസ് ഏരിയ. അതിൻ്റെ ലെങ്ത്ത് ഹൈറ്റൊക്കെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺ ദി എഫക്റ്റീവ് സർഫസ് ഏരിയ ആണ്. സച്ച് എ സർഫസ് ഗിവിംഗ് റൈസ് ടു വേവ് ഈസ് കോൾഡ് ഫിച്ച്. ആ വേവ്സ് ഉണ്ടാവാനുള്ള എഫക്റ്റീവ് സർഫസ് ഏരിയക്ക് പറയുന്ന പേരാണത് ഫിച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ മൈൽസ്. മൈൽസിലാണ് അത് മെഷർ ചെയ്യുന്നത്. ഡിനോട്ടിങ് ദി ലെങ്ത് അലോങ് വിച്ച് ദ വേവ് ആക്ഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് ഈസ് ആക്റ്റീവ്. അപ്പോൾ ഫെച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് അക്രോസ് വിച്ച് ദ വേവ് ആക്ഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ്. അതിനാണ് എന്ത് പറയുന്നത്? ഫെച്ച് ഈസ് മെഷേർഡ് ഇൻ മൈൽസ്. അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കാം. Another factor is determining the height is the location of harbor. Works in relation to the fetch and direction of wind. നമ്മൾ ഹാർബറിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വിച്ച് ഡിറ്റർമൈൻ ദി ഹൈറ്റ് ആൻഡ് ലെങ്ത് ഓഫ് ദി വേവ്സ്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള ഹൈറ്റാണ്. ഇതാണ് ഹൈറ്റ് വരുന്നത്. ദിസ് ഈസ് ഹൈറ്റ്, ദിസ് ഈസ് ലെങ്ത്. നമ്മൾ സാധാരണ വേവ് ലെങ്ത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഇതിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. ഇനി ദ ലെങ്ത് ഓഫ് വേവ് വിത്ത് വാട്ടർ ഡെപ്ത് ഡിറ്റർമൈൻസ് ദി വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഓഫ് വാട്ടർ ഇൻ ദി വേവ്. ആ ലെങ്ത് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിറ്റർമൈൻസ് ദി വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. ആ വാട്ടറിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിനെ തീരുമാനിക്കുന്നത്. ദ ലെങ്ത് ഹാവ് ബീൻ നോട്ട് ടു റീച്ച് മാക്സിമം ഓഫ് 600 feet to 1000 feet. മാക്സിമം എത്ര ഫീറ്റ് വരെ വരാറുണ്ട്? 600 feet to 1000 feet വരെ ലെങ്ത് വരാറുണ്ട്. ദ ഹൈറ്റ് ഓഫ് ദി സ്റ്റോം വേവ്സ് ഓൺ വേരിയസ് ഇമ്പോർട്ടൻറ്റ് വാട്ടർ വേസ് ആണ്. നോർത്ത് സീയിൽ 12 to 15 feet വരെ വരാറുണ്ട്. മെഡിറ്ററേനിയൻ സീയിൽ 15 feet to 20 feet വരെ ഹൈറ്റ് വരാറുണ്ട്. അറ്റ്ലാന്റിക് സീയിൽ 30 feet to 40 feet വരെ വരാറുണ്ട്. പസഫിക് ഓഷ്യനിൽ 50 feet to 60 feet വരെ വരാറുണ്ട്. ട്രോപ്പിക്കൽ ഓഷ്യൻസിന് ദാറ്റ് ഈസ് നമ്മൾ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ വരുന്നത് ഒരു 50 feet to 60 feet വരെ ഹൈറ്റ് എന്ന് വരാറുണ്ട്, വേവ്സിന് വരാറുണ്ട്. ഇനി വേവ് സെക്ഷൻസ് ആണ്. എ സീ വേവ് when breaking against an obstacle or a sea structure gives rise to various forces and more important these are as follows. അപ്പോൾ ഒരു ഒബ്സ്ട്രക്ഷനിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ
അതിൽ വരുന്ന ഫോഴ്സസ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വരുന്നത് എ ഡയറക്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് കോസിങ് കംപ്രഷൻ കാരണമാകുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ്. എ ഡിഫ്ലക്റ്റഡ് വെർട്ടിക്കൽ ഫോഴ്സ് ടെൻഡിങ് ടു ഷിയർ അവേ എനി പ്രൊജക്ഷൻ ഓൺ ദി ഫേസ് ഓഫ് ദി വാൾ. ആ വാളിൽ സീ വാളിലൊക്കെ വരുന്ന ഒരു ഡിഫ്ലക്റ്റഡ് വെർട്ടിക്കൽ ഫോഴ്സ് വിച്ച് ടെൻഡ്സ് ടു ഷിയർ. Then a downward vertical force due to the collapse of the wave. ഒരു downward vertical force വരുന്നത് due to the collapse of the wave which tends to disturb the mount construction of the foundation and seabed. അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹാർബറൊക്കെ ഉണ്ടാക്കുമ്പോൾ സീ മൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. Then a section due to the return of water after striking which tends to ഡിസ്റ്റർബ് ദി മൗണ്ട്സ് ഇൻ ഫൗണ്ടേഷൻ. സെക്ഷൻ ഫോഴ്സ് റിട്ടേൺ ചെയ്യുമ്പോഴുള്ള സെക്ഷൻ ഫോഴ്സ് എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വേരിയസ് ഫോഴ്സസ് ഓഫ് ദി വേവ്സ്. ഇതാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അപ്വാർഡ് ഫോഴ്സ് ആണ്, ഡിഫ്ലക്റ്റഡ് അപ്വേർഡ് ഫോഴ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള. ബി എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. സി എന്ന് പറഞ്ഞാൽ റിട്ടേൺ സെക്ഷൻ ഫോഴ്സ് ആണ്. ഈ ഡൈനാമിക് എഫക്റ്റ് ഓഫ് ദി വേവ് ആക്ഷൻ്റെ ഡൈനാമിക് എഫക്റ്റ് ആണ് പറയുന്നത്. ദ സ്ട്രൈക്ക് ഓഫ് ദി വേവ് ഈസ് സഡൻ ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് കോസസ് ഷാർപ്പ് ബ്ലോ ഓഫ് ഹൈ ഇൻസ്റ്റന്റേനിയസ് ഇൻറ്റൻസിറ്റി followed by a static pressure for a very short period. വേവ് സ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിരിക്കും, പെട്ടെന്ന് വരുന്ന ഒരു സഡൻ ഫോഴ്സാണ്. അപ്പോൾ ഒരു ഡൈനാമിക് എഫക്റ്റ് ഉണ്ട് അതിന്. ദ മാസ് ഓഫ് വാട്ടർ ഇമ്പിഞ്ചിങ് യൂണിറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ WV/G, W എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് യൂണിറ്റ് വോളിയം ഓഫ് വാട്ടർ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി വേവ്, G എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദ റേറ്റ് ഓഫ് ഡിസിപ്പേഷൻ ഓഫ് മൊമെൻ്റ് ഡിസിപ്പേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് WV²/G ആണ്. Therefore, the reaction of the surface on which the wave strikes is WV²/G, that is the pressure on unit surface. In deep water, when the depth of water is greater compared to the length of wave, വേവിൻ്റെ ലെങ്ത്തിനേക്കാളും കൂടുതലാണ് ഡെപ്ത് ഓഫ് വാട്ടർ എങ്കിൽ ദ വെലോസിറ്റി ഈസ് ആൾമോസ്റ്റ് ഈക്വൽ ദാറ്റ് കോസ്ഡ് ബൈ ഫ്രീലി falling body through a height equal to the half the radius of the circle, the circumference of which constitute the length of the wave. Velocity എന്ന് പറഞ്ഞാൽ 2.25 L⁻⁵. പ്രഷർ എന്ന് പറഞ്ഞാൽ WH/2 ആണ്. അപ്പോൾ ഇതെല്ലാം ഒരു എംപിരിക്കൽ ഫോർമുലയാണ്. ഡീപ്പ് വാട്ടറിൽ വരുന്ന വെലോസിറ്റി ഓഫ് വേവും പ്രഷർ ഓഫ് ദി വേവുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഷാലോ വാട്ടറിൽ ഇഫ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ഇസ് D, ഷാലോ വാട്ടർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിനേക്കാളും കുറവാണ് ഡെപ്ത് ഓഫ് വാട്ടർ എങ്കിൽ അത് ഷാലോ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വാട്ടറിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് W/D ആണ്. വേർ D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. ഇനി വാട്ട് ഈസ് എയർ കംപ്രഷൻ? എയർ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻറ്റേർണൽ പ്രഷർ ഓൺ ആൻ ഇംപ്രിസൺഡ് എയർ കോളം ഇൻ ദി പോസ് or surfaces of structure which will be equal to as much as 3 to 5 times the pressure of water on the face of the wall or the structure. അപ്പോൾ നമ്മൾ സീ സ്ട്രക്ചറിൽ സീ വാള് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ സ്ട്രക്ചറിൽ അപ്പോൾ ഇതിൻ്റെ പോർസിലൊക്കെ നമ്മൾ കുറേ മൗണ്ട് ചെയ്തിട്ടാണ്, കുറേ ബോൾഡേഴ്സ് മൗണ്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീ വാളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സർവീസസിൽ അല്ലെങ്കിൽ പോർസിലൊക്കെ വാട്ടർ പെട്ടാൽ അതിലൊരു കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻറ്റേർണൽ കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ കംപ്രസീവ് ഫോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 3 to 5 times ദി പ്രഷറാണ്. കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കൂടുതലാണ് ആ സർവീസസിൽ വരുന്ന അല്ലെങ്കിൽ പോർസിൽ വരുന്ന പ്രഷർ. In services or open joints in masonry structure, this disruptive force when repeated constantly has a powerful damaging force. അപ്പോൾ ഒരു മേസൺറി സ്ട്രക്ചറിൽ ഈ ഫോഴ്സ് ഇങ്ങനെ എപ്പോഴും വരികയാണെങ്കിൽ
it has a very damaging effect. But where such seawalls or breakwaters are constructed of the mount type, the air compression is greatly. നമ്മൾ മൗണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സീ വാൾ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ ബോർഡേഴ്സ് കുറേ മൗണ്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ ചാലിയോ അല്ലെങ്കിൽ ബേപ്പൂരൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ മൗണ്ടഡ് ആയിട്ടുള്ള ബോൾഡേഴ്സ് ആണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവുന്ന ഈ പ്രഷർ കുറവായിരിക്കും. ഓവിങ് ടു ദി ന്യൂമറസ് വോയിഡ്സ് സ്പേസസ് ഇൻ ദി മൗണ്ട് ത്രൂ വിച്ച് ദ പ്രഷർ ലീവ്സ് ഇറ്റ് സെൽഫ്. അപ്പോൾ മൗണ്ടഡ് ആയിട്ടുള്ള ബ്രേക്ക് വാട്ടർ അല്ലെങ്കിൽ സീ വാളൊക്കെ ആണെങ്കിൽ അതിലെന്തുണ്ടാവും, കൂടുതലായിട്ടുള്ള വോയിഡ് സ്പേസസ് ഉണ്ടാവും. അപ്പോൾ ഈ വോയിഡ് സ്പേസസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താവും, അതിന് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള സ്പേസ് വളരെ കൂടുതലായിരിക്കും. ഇനി വാട്ട് ഈസ് വാട്ടർ ഹാമർ? This is a hydraulic phenomena produces maximum pressure equivalent to 15 times the phase pressure on an enclosed water column inside the joints and pores of the masonry structure, but if there is sufficient air cushion at the end of opening, much of the effect is reduced. വാട്ടർ ഹാമർ എന്ന് പറഞ്ഞാൽ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ ഉണ്ടാവുന്ന ഹൈ വാട്ടർ പ്രഷറിനെയാണ് എന്ന് പറയുന്നത് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്, വിച്ച് ഹാസ് എ ട്രെമെൻഡസ് എഫക്റ്റ് ഓൺ ദി സീ സ്ട്രക്ചർ. ഒരു ഹൈലി ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ വലിയ പോർസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സസ്. ഇനി നമുക്കൊരു 4-5 ക്ലാസ്സുകൾക്കുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ കൺക്ലൂഡ് ദിസ് മൊഡ്യൂൾ. അപ്പോൾ ഈ മൊഡ്യൂൾ കഴിയുന്നതോടുകൂടി നിങ്ങൾ Te2 എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യും, കൺക്ലൂഡ് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.